ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം തംബ്നെയിൽ കണ്ട പോലെ നമ്മൾ യൂട്യൂബിൽ വന്നിട്ടിപ്പോൾ ഒരു കൊല്ലമായിട്ട് ഏപ്രിൽ 23 ഒരു കൊല്ലമായി. അപ്പോൾ അതിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ കേട്ടോ, നമ്മളെ കുറച്ച് ഒരു ഇടങ്ങേറുകൾ വിഷമങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. പിന്നെ അതിന് പറ്റിയിട്ട് കുറേ ആൾക്കാർ ചോദിക്കും പൈസ കിട്ടാൻ. അങ്ങനെ ഞാനൊരു വീഡിയോ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ, കാരണം ഇതിലെല്ലാം കൂടെ പറയാൻ കഴിയില്ല. അതിപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് പോലെ ചെയ്യല്ലേ. അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ പുട്ടും കടലയും പപ്പടമായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ അധികവും ഡേ ഇൻ മൈ ലൈഫിൽ പുട്ടാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. പുട്ടറ്റൊക്കെ ഒന്നല്ല നമ്മൾ പലതും ഉണ്ടാക്കലുണ്ട്. അപ്പോൾ രാവിലെ കുറച്ച് പൊടിയരി കഞ്ഞി വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. അത് ആദിക്ക് മുത്തുട്ടി കല്ലോനും പൊന്നു വന്നാൽ പിന്നെ കഞ്ഞി കുടിക്കൂല, കുറച്ച് കഴിഞ്ഞിട്ട് ചോറാട്ടോ കഴിക്കുക. ഇപ്പം ഒന്നും ട്യൂഷനല്ല, ഞായർ മാത്രമേ ഉള്ളൂ. രാവിലത്തെ പരിപാടി ഉണ്ടോ ഇതാണ് കേട്ടോ. പാൽപ്പൊടിയിൽ വെള്ളം ഒഴിച്ച് കാണിട്ട് കുടിക്കുക. അത് കൂട്ടാ എന്തൊരു പണി കുറ്റ കിട്ടുണ്ടപ്പം അത് കുട്ടിന് ആവി വന്നുകൊണ്ടിരിക്കുന്നു. സമയം 8 മണിയാകാനായി കേട്ടോ ഇവിടെ. പിന്നെ എല്ലാവരും 8:30 9 പൊന്നു പിടിച്ചു പോയിട്ടില്ല, മാറ്റുണ്ട്. കാത്തുകൊണ്ട് തന്നെ പിടിച്ച് കിട്ടണില്ല കേട്ടോ. ഞാൻ ഇപ്പം ഇന്നലെ തൊട്ട് പറയൽ തുടങ്ങി ഉമ്മമ്മാൻ്റെ വീട്ടിലത്തെ കഞ്ഞി എന്ന് പറഞ്ഞ് കണ്ട് കരച്ചിൽ തുടങ്ങി. അങ്ങനെയാണ് ഞാനിപ്പോൾ ഈ ചെറിയരിൻ്റെ കഞ്ഞി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കണ്ട് അതിലും ചെറിയൊരു കുട്ടി ഇവിടെ വെളിച്ചം വന്നു കേട്ടോ. അതാണ് ഇങ്ങനെ ഈ കുട്ടി കണ്ടോ കഴിക്കണം. അത്ര എടുക്കല്ലേ ചെയ്യണ്ടോ, അതിൻ്റെ അടുത്ത് അത്രയും എടുക്കണ്ട് കേട്ടോ. എന്താ ഇതാണ് ഇവിടുത്തെ പണി. വേറെ പ്ലേറ്റ് എടുക്കടി. ഇതെന്താ ഇതിലെടുത്തുകണ് ഡ്രസ്സ് ചെയ്യാട്ടോ. നമുക്ക് ട്യൂഷൻ പോകാൻ വേണ്ടി. ഇതെന്തിനു ചൂടാക്കണേ? സ്വിച്ചാണെങ്കിൽ ഓഫാക്കിയാണ്. തേലൊക്കെ പരിപാടിയായി. പൊന്നു താട്ട പോവാണ്. നമുക്ക് 1 മണി വരെ ഉണ്ട്. 8:30 മുതൽ കൊഞ്ചി നടക്കണം. 12:30 1 മണിയാവും ഇവിടെ എത്തുമ്പോൾ. അതാണ് ഇപ്പോൾ എങ്ങോട്ടും പോകുന്നത്. ഞങ്ങൾ മഞ്ചേരി കാർണിവൽ കഴിഞ്ഞിട്ട് പിന്നെ എങ്ങോട്ടും പോയിട്ടില്ല കേട്ടോ. പുറത്തന്നെ ഇറങ്ങിയിട്ടില്ല. വലൈക്കും സലാം. എന്താ മുത്തുട്ടിക്ക് രാത്രി മദ്രസ, അല്ലു മദ്രസക്ക് പോയിക്കണം. 10 മണിക്കേ വരുള്ളൂ. പിന്നെ എങ്ങോട്ടാ പോവുക. അങ്ങനെ ചായ കുടിക്കാണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണം എന്നൊക്കെ പുട്ട് കടല തന്നെ തോന്നുന്നത്. ഇന്നലെ ഇഡലി മിഞ്ഞാന്ന് ഉഴുന്നിൻ്റെ ദോശയാണ്. 2 ദിവസത്തിന് ഇങ്ങനെ അരച്ച് വെച്ചതായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ മുന്നേ സാധാ നമ്മളെ നീർദോശ അങ്ങനെ പലതും ഉണ്ടാക്കലുണ്ട് കേട്ടോ. പക്ഷേങ്കിൽ ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് എടുക്കണം എന്നൊന്ന് വിചാരിച്ചതല്ല കേട്ടോ. പിന്നെ സാധാ വീഡിയോ എടുക്കാനൊന്നൊരു മൂഡില്ലാത്തപ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചേ. വിയർത്ത് കഴിഞ്ഞ് ഒറ്റയ്ക്ക് പോന്നിക്കണം. മഫ്ത കൂടെ എത്തുന്നതിന് മുന്നേ ഊരിട്ടോ. അത്ര ചൂടല്ലേ. എന്തിനീ കുട്ടി ഉള്ളി ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയാണ്ട് ഉള്ളി ഇവിടെ ഇല്ലടി ഇടലി കുറച്ച് ഉള്ളിക്കിടെ ഉള്ളി ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. കഞ്ഞിക്ക് നമുക്ക് ഭയങ്കര ഇഷ്ടം. കുരുമുളകല്ലേ ചുരുന്നെ, കുരുമുളക് ഇട്ടിട്ടോ ഉണ്ടാക്കാം. ആദ്യം തീ ഇങ്ങോട്ട് ആക്കേ, ഇങ്ങോട്ട് ഉള്ളിക്ക് ഇട്ട് കൊടുക്കേ. ഇന്നലെ ഇട്ട് പൊയ്ക്കണം, എന്നിട്ട് ആകെ കത്തി പൊയ്ക്കണം ഉള്ളി. പുത്ത് അല്ലുവിന്റെ പുത്ത് തിന്ന് വരികയാണ് കേട്ടോ. അത് പുത്ത് വേണോ? വെറുതെ പറയാണ്, തിന്നൂല. വേണമെനിക്ക് മാനം ഇല്ല. ഞാൻ എൻ്റെ മുത്തൊട്ടിക്ക് ഇങ്ങനെയൊക്കെ ഓരോ പിരാന്താട്ടോ. കഞ്ഞി കുടിച്ചണെങ്കിൽ കണ്ട പുള്ളി ഇട്ടുകാണ്ട് കുറച്ച് നേരമായി നിൽക്കണം. ചൂട് അത് തൊലിച്ചിട്ട് വേണ്ട മിക്സിക്ക് ഇടാൻ. അങ്ങനെ തന്നെ ഇടരുത്. ഇട്ട് കഴുകുമൊക്കെ വേണേ. ആയിട്ടില്ലായോ? കുടിക്കാൻ വേണ്ടിട്ടോ. ഓക്കെ, ഭയങ്കര പൊടിയേരിയായി പോയില്ലേ കഞ്ഞി. തന്നെയാണ് കേട്ടോ. നമുക്ക് കറിക്ക് ഒരാഴ്ച എന്താ ചെയ്യാച്ച. പക്ഷെ പയറ് കണ്ടോ, പയറ് മിഞ്ഞാന്ന് കൊടുന്ന് ഇന്നലെ എടുത്തില്ല, മിഞ്ഞാന്ന് എടുത്തതിന് പോത്തിന് കണ്ടോ ആകെ ഇതായി. ഇതിൽ കുരു മാത്രം എടുക്കാൻ പറ്റുള്ളൂ. കുഞ്ഞു കുരുവാണ്. എന്തായാലും ഇതെടുത്തിട്ട് ഉണ്ടാക്കേണ്ടി വരും. ചമ്മന്തി ഉണ്ടല്ലോ, നമ്മൾ ഭക്ഷണം കഴിക്കാൻ മാട്ടിയില്ലേ, ദഹനക്കുറവുള്ള കുട്ടികൾക്കൊക്കെ നല്ലതാട്ടോ. അങ്ങനെ തറവാട്ടിൽ നിന്ന് ഓല് ഉണ്ടാക്കണ കണ്ടേ ഓൾ അവിടെ നിന്ന് കഞ്ഞി കുടിച്ചപ്പോൾ കൂട്ടിയിരുന്നത്ര. അതാട്ട് ഉണ്ടാക്കണ. എനിക്ക് ഇതൊക്കെ മടിയാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കല. അപ്പോൾ തൊലിയൊക്കെ കളഞ്ഞ് ആകെ ഇത് മതി. ഉള്ളി കുരുമുളകിൻ്റെ പൊടിയായിട്ട് ഇട്ടിക്കണം. ഉപ്പിടെ കേട്ടോ. ഞാൻ ഈ പയറിൻ്റെ കണ്ടോ കുരുകൾ ഫുള്ള് ഇങ്ങനെ എടുക്കാൻ കേട്ടോ. എടുത്തിട്ട് നമുക്കിതൊരു ഉപ്പേരി പോലെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ. എന്താ ഇപ്പോൾ യൂട്യൂബ് തുടങ്ങിയിട്ട് 23-ാം തീയതിക്ക് ഒരു കൊല്ലമായിട്ടോ. ഒരു കൊല്ലമായി യൂട്യൂബ് തുടങ്ങിയിട്ട്. യൂട്യൂബ് നമ്മൾ 23-ാം തീയതി ഫസ്റ്റ് മുത്തുട്ടി ഇങ്ങനെ പരിചയപ്പെടുത്തുന്നൊരു വീഡിയോ ഫസ്റ്റ് തുടങ്ങിയത് കേട്ടോ. പിന്നെ 27-ാം തീയതിയാണ് ഞാൻ വീഡിയോ ഇട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് രസം എന്താ വെച്ചാൽ ഇപ്പോൾ 2000-ൻ്റെ അടുത്ത് സബ്സ്ക്രൈബറായി. പിന്നെ മണിക്കൂർ വാച്ച് അവറാണ് നോക്കട്ടെ. അപ്പോൾ എല്ലാവരും ചോദിക്കും എനിക്ക് പൈസ കിട്ടുന്നുണ്ടോ, യൂട്യൂബിൽ നിന്ന് കിട്ടുന്നുണ്ടോ ചോദിക്കും. അതിനൊന്നും ആയിട്ടില്ല കേട്ടോ. വാച്ച് അവർ ഇപ്പോൾ 1 വർഷത്തിൻ്റെ ഉള്ളിൽ 3000 മണിക്കൂറേനു. അപ്പോൾ അത് ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ നമുക്ക് 4000 മണിക്കൂറാവണം കേട്ടോ.
സബ്സ്ക്രൈബർ 1000 ആയാൽ മതി, അത് കുഴപ്പമില്ല. പക്ഷേങ്കിൽ വാച്ച് അവർ 4000 ആവണം. പിന്നെ 4000 ആയ മോണിറ്റൈസേഷൻ ആയാലും പിന്നെ നമുക്ക് ഡോളറൊക്കെ ആയിരുന്നെങ്കിൽ ഒരു വീഡിയോക്ക് ഇത്ര റീച്ച് അങ്ങനെയൊക്കെ വേണം കേട്ടോ. പിന്നെ ഇപ്പം ഭയങ്കരമായിട്ട് വ്യൂസ് കുറവും കാര്യങ്ങളൊക്കെ അല്ലേ. പിന്നെ ഉണ്ടല്ലോ എന്താ രസം എന്താ വെച്ചാൽ ഇപ്പോൾ യൂട്യൂബ് പുതിയൊരു അപ്ഡേഷനൊക്കെ ഇറക്കിന് കേട്ടോ. നമുക്ക് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആളുകളെ നമുക്ക് പേരും കാര്യമൊക്കെ കാണാം കേട്ടോ, ആരൊക്കെ ചെയ്യേണ്ടത്. അത് നോക്കി ഞാനും പൊന്നും അന്തം വിട്ട് ഇങ്ങനെ ഇരുന്നു കേട്ടോ. നമ്മൾ ആദ്യമൊക്കെ എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നു കേട്ടോ. ഇപ്പം ഞാൻ പറയലില്ല, കാരണം നമ്മൾ പറഞ്ഞ ആളുകളൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ചെയ്യുക അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ ആ ലിസ്റ്റ് കണ്ടപ്പോഴേ അന്തം വിട്ടിട്ട് നമ്മളെ കുടുംബക്കാരാണെങ്കിലും എന്താടാ നമ്മളെ കുടുംബക്കാരാണെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ഫ്രണ്ട്സ് ആരാണെങ്കിലും അധികം ആൾക്കാർ ചെയ്തിട്ടില്ല എന്നുള്ളതാട്ടോ സത്യം. അതിൽ കുറച്ച് വിരലെണ്ണോണ്ട് മാത്രമേ ഉള്ളൂ ഞാൻ അറിയുന്ന ആളുകൾ ചെയ്തിട്ടുള്ളത്, പറഞ്ഞ ആളുകൾ ചെയ്തിട്ടില്ല. അല്ല അതൊക്കെ പുറത്തുള്ള ആൾക്കാരാട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്തുള്ള ആൾക്കാർ ചെയ്ത ആൾക്കാർക്കൊക്കെ ഒരുപാട് താങ്ക്സ് കേട്ടോ. കാരണം നമ്മൾ അറിയണ നമ്മളത്രയും അതിൻ്റെ അടിയിൽ കൂടെ ഉള്ള ചമ്മന്തി കൊണ്ടുവരുന്ന നോക്കി നമ്മളറിയണ അത്രയും അടുപ്പുള്ള ആൾ പോലും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോഴേ ആളുകൾ നമ്മൾ ബാക്കിയുള്ളവരാണെങ്കിലും ആരാണെങ്കിലും ചെയ്തിട്ടില്ല എന്നുള്ളതൊക്കെ ഇങ്ങനെ അറിയുമ്പോഴേ ഒരു ഭയങ്കര ഒരു ഇത് എന്തെങ്കിലും ആവട്ടെ, എന്നാലും നമ്മളുടെ ആരെങ്കിലും കാണാനുണ്ടാവും അല്ലേ. അങ്ങനെയാണല്ലോ. അപ്പം ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഇത് ഇട്ടാലും ഇത് കാണുന്ന ആളുകൾ പോലും സബ്സ്ക്രൈബ് ചെയ്യണമെന്നില്ല. അപ്പം ഞാൻ നാളൊരു വീഡിയോയിൽ ഇങ്ങനെ കണ്ടിട്ടോ, നമ്മൾ ആരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാതെ നിൽക്കാവും നല്ലല്ലേ. പിന്നെ നമുക്കൊരു ഇടങ്ങേറല്ലേ. അപ്പോൾ ഓരോ ആഴ്ച എത്ര ആൾ ചെയ്യുന്നുണ്ട് ആ ആളുകളൊക്കെ നമുക്കിപ്പോൾ കാണാൻ പറ്റൂട്ടോ. അങ്ങനത്തെ ഒരു ഇത് ഇറക്കിയിട്ടുണ്ട്. അത് കണ്ട് ഇന്നലെ ബോധം പോയത് കേട്ടോ. പിന്നെ ഞാനപ്പോൾ ഇന്നിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ പറയണം ഇങ്ങനെ വിചാരിച്ചത് മറന്നിന്ന് ഇപ്പോഴാണ് ഓർമ്മ വന്നത്. ഇപ്പം എന്തായാലേ നമ്മളെ ബാക്കിയുള്ളവരാണെങ്കിലും ഒന്നും ചെയ്യണില്ല എന്നറിയുമ്പോഴേ പിന്നെ ചെയ്ത ആളുകൾ തന്നെ ഓള് എന്നുള്ള ആ ഒരു ഓപ്ഷന് ഇതാക്കിയിട്ടില്ല കേട്ടോ, ബെല്ലൈക്കൺ. എന്നാലല്ലേ നമ്മൾ വീഡിയോ ഇടുമ്പോൾ കിട്ടുള്ളൂ, അത് ചെയ്തിട്ടുണ്ടാവില്ല. എന്തായാലും നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേനൊക്കെ റെഡി ആവുമായിരിക്കും. അപ്പം ചെയ്ത ആളുകൾക്കൊക്കെ ഒരുപാട് ഇത് കേട്ടോ, നന്ദി. എൻ്റെ അടിയിൽ എൻ്റെ മുത്തുട്ടേണ്ടോളെ ചമ്മന്തി കൊണ്ട് വന്നിട്ടാണ് കേട്ടോ. എങ്ങനെയുണ്ട്, ടേസ്റ്റ് ഉണ്ടോ? വെളിച്ചെണ്ണ ഒഴിച്ചില്ലേ? കുറച്ച് ഒഴിച്ച് വെച്ചിട്ട് ചൂടാറാണി. ഈ സ്കൂളില്ലെങ്കിൽ ഉണ്ടല്ലോ എന്തെങ്കിലും ഇവർക്ക് കഴിക്കണം കേട്ടോ. റബ്ബേ, ഞാൻ സ്കൂളുണ്ടാവുമ്പോൾ രാവിലെ പോകുമല്ലോ, ഇതെന്തെങ്കിലും വേണം. അപ്പം ഞാനിപ്പോൾ എന്താ ചായക്കടി കുറച്ചധികം പുട്ടൊക്കെ അധികം ഉണ്ടാക്കി വെച്ചിരിക്കണം, പുട്ടും കടലക്കറിയും പപ്പടമൊക്കെ. എന്നാൽ പിന്നെ എപ്പോഴെങ്കിലൊക്കെ വിശക്കുമ്പോൾ വന്നെടുത്ത് കഴിച്ചോളും. പിന്നെ കഞ്ഞി അതുപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ചോറും കൂട്ടാനും എന്താണെങ്കിലും ഞാൻ കുറച്ചധികം, ഇന്നലെ ചിക്കന്, മിഞ്ഞാന്ന് ബോട്ടിയാണ് കേട്ടോ, അതിൻ്റെ പിറ്റേന്ന് ബീഫ് ചെയ്യുന്നു. അങ്ങനെ ഓരോന്നുണ്ടാക്കുമ്പോൾ കുറച്ചധികം തന്നെ ഉണ്ടാക്കി വെക്കൂട്ടോ, നെയ്ച്ചോറും ഒക്കെ. എന്നാൽ പിന്നെ ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കഴിക്കില്ലെങ്കിൽ എന്താ അതൊക്കെ എടുക്കുന്നിടത്തൊന്നും തൊയിലുണ്ടാവില്ല. എന്താ തിന്നാല്. പിന്നെ ഇന്നലെ മാങ്ങ കുപ്പുരുമ്പി ഫ്രിഡ്ജിൽ വെച്ചിന്ന്. പിന്നെ നെയ്യപ്പം ഉണ്ടാക്കിയാണ്ടേ പൊടി കൊണ്ട് നെയ്യപ്പം വെച്ച് മീൻ പോയിട്ടുണ്ടാവും, മീൻ വാങ്ങാൻ പോയിട്ടുണ്ടാവും. കാറെന്തിനാ പുറത്തായത്തേക്ക് മീൻ വാങ്ങാൻ പോയതേ. പിന്നെ ഉണ്ടല്ലോ നെയ്യപ്പം ഉണ്ടല്ലോ, നമ്മൾ ആ പൊടി വെച്ചിട്ട് നെയ്യപ്പങ്ങൾക്കും അങ്ങനെ കുട്ടികൾക്ക് അങ്ങനെയൊക്കെ ഉണ്ടാക്കി വെക്കട്ടോ. കാരണം എന്താ വെച്ചാൽ അതൊക്കെ ഒരു കഴിച്ചോളും. ഒരു കാസറോളിൽ ഉണ്ടാക്കി വെച്ചാൽ അവരങ്ങനെ കൊണ്ടുപോയി കഴിച്ചോളും. അങ്ങനെ ഉച്ചക്ക് ഉറങ്ങൂലല്ലോ. ഇവിടെ തെറ്റൊന്നും ഉച്ചക്ക് ഉറങ്ങൂല കേട്ടോ. ഒരു പൊന്നും ഞാനും കുറച്ച് സമയം ഉറങ്ങും കേട്ടോ. സ്കൂളിട്ട് 1 മണിക്ക് വരികയല്ല, വെയിലത്ത് വരിക കാരം. പിന്നെ കുറച്ച് വെള്ളം കുടിച്ച് അതിനൊന്നും തിന്നാൻ വെച്ചിട്ടോ, കാരണം ചൂടത്ത് വന്നിട്ടേ. പിന്നെ കുറേ കഴിഞ്ഞിട്ട് നിസ്കരിച്ച് എന്തെങ്കിലും തിന്നുകാണ്ട് കുറച്ച് നേരം കിടക്കും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കിയൊക്കെ ഞാൻ ഇനിയിപ്പോൾ അമൃതം പൊടി കൊണ്ട് ഒരു പുഡിങ് ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. അമൃതം പൊടി ഇപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാവൂലേ. അപ്പോൾ അത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. പിന്നെ അമൃതം പൊടി കൊണ്ട് തന്നെ നെയ്യപ്പം ഉണ്ടാക്കാം. പിന്നെ അല്ലെങ്കിൽ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കണം കേട്ടോ. അല്ലെങ്കിൽ വീടൊക്കെ തല കീയായിട്ട് നിൽക്കും. പൊളിച്ചിട്ട് ആകെ കിട്ടിയ കുരു ഇത്രയും കേട്ടോ. ഇനി നമ്മൾ തേങ്ങയൊക്കെ ഇട്ടിട്ടേ ആദ്യം ഒന്ന് വേവിച്ചെടുത്തിട്ട് തൂമിച്ചൂല. അപ്പം തേങ്ങയൊക്കെ ഇട്ട് തൂമിച്ചാൽ മതി, നല്ല ടേസ്റ്റ് വരും. അങ്ങനെ കാട്ടിയെടുക്കാമെന്ന് വിചാരിച്ച്. നല്ല രസമുണ്ട് ഇത്ര ചമ്മന്തി കേട്ടോ. ഓന് കൊടുക്കാണ് ഇവന്റെ തീറ്റ എന്ന് പറഞ്ഞാൽ അതാണ് കേട്ടോ. എപ്പോഴെങ്കിലും ഇപ്പം നേരത്തെ പുട്ട് വേണം പറ സോഫയിൽ കൊണ്ടുപോയി തട്ടിയേക്കുക അത്ര. ഇപ്പം പുത്തിട്ട് റെഡിയാക്കി വന്നാട്ടോ. എപ്പോഴെങ്കിലും ഇത്തിരി കൈക്കൂട്ടോ. കഴിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പം ഇനി വിരൻ്റെ എന്തെങ്കിലും ഉണ്ടാവേച്ചിട്ട് വിരക്കുള്ള മരുന്നൊക്കെ കൊടുത്തീനി വാട്ടോ. പക്ഷെ എങ്കിൽ അതൊന്നും ഇപ്പം പ്രശ്നമൊന്നുമില്ല. പക്ഷെ കഴിക്കൂല, എന്തൊരു മടിയാന്നോ. അല്ലോ എവിടേക്കാടി ആ കുട്ടിനെ കാട്ടണ് പാവ. അല്ലു താത്താനെ കാട്ടി മാട്ടി
രാജു കുട്ടിനെ കാട്ടിക്കണ്. പരാതിയാണ് കേട്ടോ, എപ്പോഴുള്ള പരാതിയാണ്. എപ്പോഴും തല്ലുകൂടി വരിക. ഇങ്ങനെ തല്ലൂടെ പാടുണ്ടോ പറയും. നല്ല കുട്ടിയാവലല്ലേ. ഒന്ന് ഉപ്പേരി മുരിങ്ങയാണ് കേട്ടോ. കുട്ടികൾക്ക് എന്താ വെച്ചാല് ഇല തീരെ തിന്നൂല. അവർക്ക് മീനോ ഇറച്ചിയോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ മതി. അപ്പൊ ഞാൻ ആഴ്ചയിൽ ഇങ്ങനെ മുരിങ്ങ നമ്മളെ അടുത്ത് തന്നെ ഉള്ളതുകൊണ്ടേ കുറച്ചിങ്ങനെ കൊണ്ടുവരും, ഉണ്ടാക്കൂട്ടോ. ഇപ്പൊ മിഞ്ഞാന്നിട്ടുണ്ട് ചക്കക്കുരു. ഉമ്മ ചക്ക ഉടനീന്ന്. അപ്പൊ അത് ആ ചക്കക്കുരു ഇട്ടിട്ട് മുരിങ്ങ ചക്കക്കുരു ഉണ്ടാക്കിന്ന്. അപ്പൊ അവര് കഴിച്ചിട്ടോ. ചക്കക്കുരു കഴിക്കൂല, അങ്ങനെ മാറ്റി വെക്കും. പക്ഷെ അങ്ങനെ ആ കറി കഴിച്ച്. അപ്പൊ ഇന്ന് ഉപ്പേരി ഉണ്ടാക്കാന്ന് വിചാരിച്ച് കൊണ്ടുവന്നു കേട്ടോ. ബായി അതിന്റെ മണം കേട്ട് വന്നതാണ് കണ്ടോ. മാപ്പിളയും പെണ്ണുങ്ങളും. പോയി എന്താണ് മീന് തട്ട കിട്ടിയാണ്. മാന്തള് മത്തി ഇതുള്ളൂട്ട്. ഇതിലെ വരിക. പിന്നെ വേറെന്തോ ഒരു നീർക്കോലി പോലത്തെ ഒരു മീൻ ഉണ്ടായിരുന്നു. അത് ബാക്ക് കണ്ടിട്ട് അറപ്പായിട്ട് വാങ്ങിയിട്ടില്ല. അപ്പം മാന്തള് ആദ്യമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പൊരിച്ചാൽ. അപ്പം ഞാനത് അങ്ങനെ ചെയ്യാച്ച്. പിന്നെ ഇതിന്ന് കുറച്ച് പൊരിക്കണം. പൊന്നൂനൊന്നും ഇഷ്ടമല്ല കേട്ടോ മത്തി. എന്നാലും ഒന്നും കൂട്ടാല്ലെങ്കിൽ കഴിക്കും. അങ്ങനെയാണല്ലോ. പിന്നെ കുറച്ചിങ്ങനെ പുളിയൊക്കെ ഇട്ട് വറ്റിക്കാന്ന് വിചാരിച്ച്. മീൻ കിട്ടണമെങ്കിൽ അങ്ങാടി പോകണം പറഞ്ഞു നമ്മൾ ഇവിടെയൊക്കെ എന്താ വെച്ചാൽ നെയ്മീനോ അല്ലെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ല കേട്ടോ. എപ്പോഴും ഉണ്ടാവില്ല. മറ്റേ ചെമ്മീൻ ഉണ്ടാവും, ചെറുതൈകാരം. അപ്പോൾ അത് നന്നാക്കാൻ ഭയങ്കര പാടല്ലേ. അപ്പോൾ ഇതിൽ രണ്ടൊരു കുഞ്ഞ് ചെമ്മീൻ. ഇങ്ങനത്തെ ചെമ്മീനൊന്നും കിട്ടിയിട്ട് കാര്യമില്ല കേട്ടോ. ഇതൊക്കെ 1 കിലോ വാങ്ങിയാൽ 1/4 കിലോനെ ഉണ്ടാവുള്ളൂ നന്നാക്കി വരുമ്പോൾ. ഈ കുക്കർ അടുപ്പത്ത് വെച്ചൊക്കെയാണ് കേട്ടോ. ചോറായിട്ടുണ്ട്. അപ്പോൾ കറി നമ്മൾ ആ കുമ്പളങ്ങ മോരാച്ചാന്ന് വിചാരിച്ചിട്ട് കണ്ടോ മുകളിൽ വന്നിക്കണ്. ഇപ്പം ഇങ്ങനെ വരാത്ത ഇതൊക്കെ ഉണ്ടല്ലേ, കുക്കറൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞേക്കാം. അങ്ങനെ ഇത് തൂവി വരാത്ത. അപ്പോൾ കണ്ടോ ഇപ്പോൾ നല്ല തീ കത്തിന്നിട്ട്. ഇതുവരെ നല്ല തീ കത്തലായിരുന്നു. ചില ടൈമിൽ നല്ല കത്തും. മീനൊക്കെ നന്നാക്കി കായൊക്കെ പറ്റിട്ടോ. ഞാൻ ഈ നേരത്തെ പറഞ്ഞ് ആലോചിച്ചിട്ട് എനിക്ക് തന്നെ ചിരി വരുന്നുണ്ട്. നെയ്മീനും ചെമ്മീനും ഉള്ളു ഞാൻ കഴിക്കാം. അങ്ങനെ ഇല്ലട്ടെ ഉദ്ദേശിച്ച്. അല്ല അതൊക്കെ വല്ലപ്പോഴും കിട്ടിയാൽ കഴിക്കാലോ എന്ന് മാത്രമായിട്ട് ഞാൻ പറഞ്ഞ്. എന്താ ഇതിൻ്റെ ആവി ഞാൻ വീഡിയോ എടുക്കുമ്പോഴൊക്കെ അങ്ങനെ ഇടയ്ക്കൊരു മങ്ങൽ വരുന്നത്. ഇതിൻ്റെ ആവി നമ്മൾ ക്യാമറമ്മ തട്ടിയിട്ടോ. പിന്നെ മത്തി വറ്റിക്കാനൊന്നും നിൽക്കണില്ല. എനിക്ക് വയ്യ. ഇങ്ങനെ വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു. ചെറിയ ഉള്ളി എല്ലാം കൂടെ ഇട്ടിട്ടുള്ള അരപ്പാട്ട് ഉണ്ടാക്കിയാണ്. വെളുത്തുള്ളി, ഇഞ്ചി, മസാലകൾ, വലിയ ജീരകം, കറിവേപ്പില ഒക്കെ ഇട്ടിട്ടുണ്ട്. മാങ്ങ ചമ്മന്തിക്ക് വേണ്ടിയിട്ടേ മാങ്ങ എടുത്താട്ടപ്പോൾ എന്തായിക്കോണു ചനിച്ചുകൊണു. മാങ്ങ അതിലേറെ പൈത്തിട്ടോ. ഇത് കണ്ടോ പുളി ഉണ്ടാവില്ല കേട്ടോ. കോമാങ്ങയാണ്. ഇങ്ങനെ പറിച്ചിട്ട് കവറിലാക്കി വെച്ചത്. ഇന്നലെ പറിച്ചതാണ്. ഇത് കഴുകീണ മുത്തുട്ടീച്ച് അങ്ങനെ തിന്നണ. ഇനി മാങ്ങ ഉപ്പും കൂടെ ഇട്ടിട്ട് മുളകും ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കും. 11:30 ആയിട്ടുണ്ട് കേട്ടോ. നമ്മളെ ഇതൊക്കെ റെഡി ആയി കൊണ്ടിരിക്കുകയാണേ കൂട്ടാനികളൊക്കെ. ഒരു നൊണച്ചിപ്പാത്തുമ്പോൾ വന്നിക്കണം കേട്ടോ. മുരിങ്ങ ഇട്ടാൽ മുരിങ്ങ പോക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. മത്തി വറുത്ത് വെച്ചിരിക്കണം. ഞാൻ മീനും കൂടെ റെഡി ആയാൽ ഏകദേശം റെഡി ആയിട്ടോ. കുറേയൊക്കെ നേരാക്കി വെച്ചിരിക്കണം. ഇനി പകടിച്ച് വരാണ്ട് തുടക്കാണ്ട് ഇഷ്ടം പോലെ പണിയുണ്ട്. ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കാനും ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടുത്തെ പണി കഴിയാതെ നമ്മൾ ഗ്യാസ് സ്റ്റോപ്പ് ഒന്ന് വൃത്തിയാക്കിയിട്ട് കാര്യമില്ല. അപ്പം അതൊക്കെയാണ്. ഇനിയിപ്പോൾ അടിച്ചു വരട്ടെ, തുടക്കട്ടെ. പൊന്നും ചിലപ്പോൾ ഓളെ ചങ്ങാഴ്ചകളുണ്ടാവും കേട്ടോ. 2 ദിവസമായിട്ട് ഉണ്ടായിരുന്നു. 7 ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ഇന്ന് ചിലപ്പോൾ അവർ ഫുഡ് കൊണ്ടുവരുന്നത്തോൾ പറഞ്ഞ്. ഇന്നലെ ഞാൻ പെട്ടെന്ന്, ഇന്നലെ അല്ല മിഞ്ഞാന്ന് പെട്ടെന്ന് ചോറൊക്കെ പിന്നെ ഉണ്ടാക്കി. ആ ചോറൊക്കെ വേഗം ഉണ്ടാക്കിട്ടോ. കാരണം ഒരു വരുന്ന ഉറപ്പുണ്ടായിരുന്നില്ല. പിന്നെ ഉണ്ട് ഒക്കെ കൂടെ വരുന്നത്. അപ്പം അങ്ങനെ പെട്ടെന്ന് ചോറുണ്ടാക്കി കൂട്ടാൻ. പിന്നെ നമ്മളെ അന്നെന്താ ബോട്ടിയാണ് കേട്ടോ. ബോട്ടി ഉണ്ടാക്കിയിരുന്നു. അപ്പം അത് കൊടുത്തു. പെയ്യണതാ മുത്തുട്ടിയാണ് കേട്ടോ. ഞാൻ അടിച്ചേരി തരാറ് പോവാണ്. എനിക്ക് ആ ചൂലുണ്ട് കയ്യൂല ഓടുന്നെങ്കിൽ. ഇതൊക്കെ കോലം കണ്ടാൽ മതി. കണ്ടോ നിറയെ അതും ഇതും അവർക്ക് തിന്നാനും ഇങ്ങോട്ടൊരു കൊണ്ടുവരല്ല കേട്ടോ കുട്ടിയാക്കി. ഇപ്പോൾ അടിച്ചു വരികയാണ്. ഇപ്പോൾ റൂമൊക്കെ ഞാൻ നേരാക്കിക്കണെന്ന് അറിയാണ്ട് കണ്ടോ. റൂമൊക്കെ ഫുള്ള് മടക്കി ഒക്കെ വൃത്തിയാക്കി വെച്ചിക്കണം കേട്ടോ. ഞാൻ രാവിലെ ഉണ്ട് പോയതല്ല അടുക്കളയ്ക്ക്. ഇപ്പോഴല്ല വരുന്നത്. ഇവിടെ ഇട്ട് ഇവർ ബെഡ് ഇട്ടിട്ട് കണ്ടില്ലേ കിടക്കൽ. നമ്മൾ AC ഇടുന്നതുകൊണ്ട് തന്നെ എല്ലാവരും കൂടെ ഒരു റൂമിലാണ് കിടക്കൽ. അപ്പോൾ അതൊക്കെ വൃത്തിയാക്കി വെച്ചിക്കണം. എനിക്ക് പിരാന്താണ് ഇതൊക്കെ. ഇവിടെ ഒന്ന് കാണുമ്പോൾ തന്നെ പിരാന്തടിച്ചു. ഫുള്ള് കണ്ടില്ലേ റെഡിയാക്കി വെച്ചിക്കണം. നല്ല തുടക്കലൊക്കെ കഴിഞ്ഞിട്ടോ. കണ്ടോ പുതിയ ടൈല് വാങ്ങിയ പോലെ ഉണ്ടിട്ട് തുടച്ച് കഴിഞ്ഞാൽ. ഇപ്പം ഇതൊന്നും അധികം ഐസ് ഉണ്ടാവില്ല.
പിന്നെ കുട്ടികളല്ലേ നമ്മളെ കുട്ടികൾ ഇപ്പോഴേ എന്തെങ്കിലും വികൃതിയൊക്കെ കാണിക്കുള്ളൂല്ലേ. വലുതായാലും ആരെങ്കിലും വൃത്തികേടാക്കുമോ? നമ്മൾ തന്നെ വൃത്തികേടാക്കൂല, കാരണം നമ്മൾ തന്നെ റെഡിയാക്കണമല്ലോ. അത് ആലോചിച്ചിട്ട് സമയം ഇപ്പോൾ 12:30 ആയിട്ടുണ്ട് കേട്ടോ. 12:45 പണികളൊക്കെ ഒരുങ്ങിയപ്പോൾ. ഇനിയിപ്പോൾ കുളിക്കണം. അതിൻ്റെ മുന്നേ ഞാനൊരു ഇത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. ഇപ്പോൾ കുറേ ആയിക്കണ് ഞാനത് ചെയ്തിട്ട് തോന്നുന്നു. ഞാനിപ്പോൾ അത് പെരുന്നാളിൻ്റെ തലേന്നത്തെ ചെയ്താട്ടോ. മുഖത്ത് നമ്മൾ ഇടലില്ലേ ആ ഒരു ഫേസ് പാക്ക്. ഇപ്പോൾ കുറേ ആയിട്ട് വെയിലത്തൊക്കെ ഇങ്ങനെ പോയി വന്നതല്ലേ. അപ്പോൾ മുഖമൊക്കെ ആകെ ഇങ്ങനെ ഇതായിക്കണം. വെയിലത്ത് പോയാൽ തന്നെ ടാൻ അടിക്കും. അതിന് മുന്നേ നമുക്ക് ചെയ്യാൻ നല്ല ഇട്ടല് വൈകുന്നേരം. പിന്നെ കഴുത്തിലൊക്കെ തേക്കുന്നുണ്ട്. കുളിക്കണതിന് മുന്നേ ആകുമ്പോൾ എന്താ വെച്ചാൽ ശരിക്ക് കഴുകി കളയാലോ. ഇല്ലെങ്കിൽ ആ ഒരു പാലിൻ്റെ ഒക്കെ ഇങ്ങനെ ഒരു മണം ഉണ്ടാവും കേട്ടോ. അത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതിൽ ഞാൻ ഇട്ടിട്ടുള്ള കടലമാവ്, അരിപ്പൊടി, പിന്നെ തൈര്, പാല്, ഗോതമ്പ് പൊടി, ഇത്രയും പൊടികളാണ് കേട്ടോ. ഒരു കേടുമില്ല, നമുക്ക് കുട്ടികൾക്ക് എടുക്കട്ടോ, ഉപയോഗിക്കുകയും ചെയ്യാം. മുത്തൂട്ടി കുളിച്ചുകൊണ്ട് ഞാൻ മുത്തൂട്ടി ഇടുന്നില്ല. ഞാൻ ഇത് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. കുറച്ച് തണുത്തിട്ടാണെങ്കിൽ നല്ലതാണ്. അങ്ങനെ ഉണ്ടാക്കിയിട്ട് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ. ഇങ്ങനെ കുറേ ആൾക്കാർ ചോദിച്ചിട്ട് ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, എങ്ങനെ ഇടലെന്നൊക്കെ. അപ്പോൾ ഞാനൊരു വീഡിയോ ഒക്കെ ഇടണമെന്ന് എപ്പോഴും കരുതും. പിന്നെ മടിയാണ് കേട്ടോ. അപ്പം ഞാൻ എപ്പോഴെങ്കിലൊക്കെ ഇടുന്നുണ്ട്. അങ്ങനെ പൊന്നൂൻ്റെ 3 ചങ്ങാഴ്ചകളൊന്നും 3 ആളുള്ളൂ കേട്ടോ. പോലെ ചോറുന്നല കഴിഞ്ഞിരിക്കണം. ഞാൻ കുളി കഴിഞ്ഞ് വന്നപ്പോത്തിന്. അപ്പം ഞാൻ നിസ്കാരം കഴിഞ്ഞ് വന്നിട്ട് നിസ്കാരം കഴിഞ്ഞു. ചോറുതാ മീൻ നമ്മൾ പയറില്ല, അത് ചമ്മന്തി, മുരിങ്ങ. ഇന്ന് കുറച്ച് സാധനങ്ങളുള്ളൂ കേട്ടോ. ഇതാ ചോറിന് വന്നിക്കണം. അവളോട് ഞാൻ കുളിച്ചാൽ പോണേ മുന്നേ ചോദിച്ചു ചോറ് വേണം. അപ്പോൾ വേണ്ട. അപ്പം ഞാൻ ചോറിന് നോക്കിയപ്പോളാണ് വന്നത്. അവള് ചോറ് എടുത്തതാണ്. അവളെ നെറ്റൊക്കെ കളഞ്ഞു കേട്ടോ. അത്ര മതി. അത്ര ചോര കുട്ടിക്ക് ചോര അത്ര. എല്ലാവരും ആ സാധനം ഒന്ന് തേച്ചിക്കണം കേട്ടോ. വെറുതെ ഒന്ന് വീഡിയോ എടുത്തില്ല. അല്ലൊക്കെ ആണ് വേഗം കുളിമുറിക്ക് ഓടിക്കയറി. അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. എൻ്റെ കാലമായിട്ടുള്ളൂ കേട്ടോ. അപ്പം ചോറുന്നലും എല്ലാം കഴിഞ്ഞു. ഇനി റെസ്റ്റ് ടൈമാണ്. കണ്ടോ, അല്ലുവിൻ്റെ ചോറുന്നൽ കഴിഞ്ഞ് മുത്തുട്ടി ചോറ് തിന്നുന്നുണ്ട്. ഉറങ്ങിക്കണ്. ആദ്യക്കൂട്ട് അപ്പുറത്ത് പപ്പടം തിന്നിരിക്കുന്നുണ്ട്. 4 മണിയൊക്കെ ടൈം. 4 മണിയല്ലല്ലേ, 4:05 നേരം. എണീക്കട്ടെ. സോഫി തന്നെ കിടന്നിക്കണം. ചെറുതും ഇറങ്ങിക്കണം. പിന്നെതാ മുകളിലൊരാൾ, അതിൻ്റെ താഴെ ഒരാൾ, എൻ്റെ മേലേട്ടതൊക്കെ കിടക്കണം. പൊന്നവിടെ കിടക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടല്ലോ, ഉറക്കം കഴിഞ്ഞാണ്ട് എണീറ്റ് വന്നിട്ടോ. വന്ന് കണ്ടു മഴയുടെ ഒരു കണ്ടോ, മഴ മൂടിയ പോലെ ഉണ്ട് കേട്ടോ. ഇടാനുള്ളത് ഇങ്ങനെ നോക്കി നടക്കട്ടെ. രണ്ടാളും കണ്ട നല്ല മാറ്റിയൊക്കെ വന്നിട്ട് പൂക്കുള്ളതില്ല. ഇതിമലുണ്ടല്ലോ പൈത്ത കായ് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഇതാണ് മിറാക്കിൾ ഫ്രൂട്ട്. ഇത് കാണാത്തോലും കഴിക്കാത്തോലൊക്കെ ഉണ്ടാവില്ല. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടോ കായ്. ഇതുണ്ടല്ലോ, നമ്മൾ ഇത് തിന്നിട്ടേ നാരങ്ങ കഴിച്ചാലേ കുറേ സമയത്തിന് പിന്നെ മധുരേകാരട്ട്. ഒരു 6 മണിക്കൂർ സമയത്തിനൊക്കെ അത് മധുരേകാരം. അപ്പം ഞാൻ അത് കുടി കൊടുക്കലാണ് കേട്ടോ. ഞങ്ങളിവിടെ തിന്നില്ല. ഭയങ്കര മധുരേകാരം. അവർക്ക് ഭയങ്കര ഇതാണിത് എന്താണെന്ന് അറിയാൻ. പക്ഷെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കഴിക്കണോണ്ട്. ഇപ്പം ഞാൻ കുറേ പച്ച ഉണ്ട് കേട്ടോ. ഇവിടെ കുറേ പച്ചകളൊക്കെ ഉണ്ട് കേട്ടോ. സംഭവം ഉണ്ട്. പച്ചകൾ കുറേ ഉണ്ടായിക്കണ. ഇപ്പൊ കണ്ടോ, ഇതാണ് മിറാക്കിൾ ഫ്രൂട്ട്. ഞങ്ങൾക്കൊന്നും വേണ്ടോ. ആദ്യക്കുട്ടി കളിയിലുണ്ട്. കളി ഉറങ്ങിയൊക്കെ എണീറ്റ് ചായ കുടിച്ചില്ല. പീടിയെ പോയി അങ്ങനെ തന്നെ വന്നിട്ടുണ്ടോ. ചൂടുണ്ടാവുണ്ടോ? അതിന് ചൂട് ചൊറിയുന്നുണ്ടോ? ഇവരിത് കഴിക്കുന്നുണ്ട് കേട്ടോ. അല്ലയോ, എങ്ങനെ ഉണ്ട്?
ഭയങ്കര മധുരകാരം. ഇനി നാരങ്ങ ഇട്ടേ. ഞങ്ങളിതാ നമ്മളെ അമൃതം പൊടി വെച്ചിട്ടുള്ളതൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ എന്താട്ടോ സംഭവം, നമ്മൾ എന്ത് ഉണ്ടാക്കിയാല് എന്റെ ആദ്യക്കുട്ടി ബർത്ത്ഡേ അറിയണ്ട. ഹാപ്പി ബർത്ത്ഡേ. ആര് ബർത്ത്ഡേയാണ്? കുത്തിന്റെ ബർത്ത്ഡേ ഒന്നല്ല കേട്ടോ. പൊന്നെ അവിടെ കിടക്കണ്ട്, അവള് ഫോണിലാണ്. ബാ അല്ലുവിന് ഞാൻ അവിടുന്ന് ഞാൻ വീഡിയോ എടുക്കണതിന്റെ അടിയിൽ വന്നാട്ട് കൈ ഇട്ടിക്കണം. അതിന് ചീത്ത അവിടുന്ന് ഓടിയതാട്ടോ. നല്ല സോഫ്റ്റ് ആട്ടോ കണ്ടില്ലേ, ഓരോ കഷ്ണം ഇങ്ങനെ എടുത്ത് കഴിക്കാൻ. അത് ആദ്യക്കൂട്ട ചൂടുണ്ടാവും, ഇപ്പൊ എടുത്ത് പോന്നിട്ടുള്ളൂ. ഇതിന്റെ അവസാന ഭാഗം ഇതാ ഒരാള് ഭയങ്കര ഇതിലാണ് കേട്ടോ. അല്ല അല്ലുവിന്റെ പള്ള പൊട്ടിയത്ര തിന്ന് കാണ്ട് എല്ലാരും തിന്നു. രസമുണ്ട്. ആ 2 കുട്ടിക്കാണ് അത് അവസാനത്തെ. അങ്ങനെ ആയിക്കല്ലേ 6:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ വേഗം കുറച്ച് ചപ്പാത്തി കുഴച്ച് വെച്ച് കണ്ട് നിസ്കരിച്ചാൻ പോയാലേ വരുമ്പോഴത്തേന് റെഡി ആയിക്കോളല്ലോ. വൈകുന്നേരം ചപ്പാത്തി ഞാൻ നെയ്യിൽ ചൂടാന്ന് വിചാരിച്ചു. ചപ്പാത്തി കുഴക്കാൻ കുറെ കുട്ടികളുണ്ട് കേട്ടോ. ആ കഴിച്ചുവിട്. അല്ലു കുഴക്കണോടന്ന് വാങ്ങിയതാണ്. എന്താ ഞാൻ കൊയ്ക്കണ്ടേ നീയെ? ദച്ചണോ? വെളിച്ചെണ്ണ എന്ന് പറയണ്ട, ദച്ചണം. വെളിച്ചെണ്ണ പറഞ്ഞ ബാങ്ക് കൊടുക്കണ്ട്. പൊന്നു നിസ്കരിച്ചിനോടത്ത് വന്ന് കാണ്ടി എന്തൊക്കെയോ പറയട്ടോ. ആ മുത്തുതാത്തോന് പണ്ട് പൊള്ളിച്ച കഥ പറഞ്ഞു കൊടുക്കാണ് മക്കളെ. നോട്ടെ അവിടെ പൊള്ളിച്ച. ആര് പൊള്ളിച്ചെണ്ണിയെ? മുറ്റുറ്റാറ്റ. ഇവിടെ വേറൊരു കുട്ടി ഓതുണ്ട് കേട്ടോ. ഓക്ക് എമ്മ എടുത്തുക്കണേ ഖുറാനെ. തലയൊക്കെ മറക്ക നല്ലല്ലേ. ഓതൊക്കെ ഉണ്ടാക്കി വന്ന് നിസ്കരിച്ചിക്കണ് കേട്ടോ. നിസ്കരിച്ചിട്ടാണ് ഓതണ. ഉറക്കോ അതെ നെയ്യാക്കി ചുട്ടാ പിന്നെ കറിന്റെ ആവശ്യമില്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ നെയ്യാക്കി ചുടുന്നത്. കൊക്കോയിനെ ഉണ്ടാക്കിന് ഞാൻ. ഓനെ കാണാതെ മെല്ലെ പോന്താണ് കേട്ടോ. അപ്പോത്തിന് ഓടി വന്നിക്കണ്. പിന്നെ കേടെടുത്തിന് പിന്നെ ഓനക്ക് പരത്തണം. സഹായിച്ചാൻ എത്ര ആൾക്കാരെ കണ്ടോ മേലാകെ. ഇനിയിപ്പോ ഓനൊന്ന് മേലേക്കിച്ചുണ്ട്. ഡ്രസ്സൊക്കെ മാറ്റണം. കുഞ്ഞക്ക എന്താ കാട്ടണ്? കൊക്കോയി ഉണ്ടാക്ക. അപ്പോത്തിനുണ്ടോ ഞാൻ അവർക്ക് ഫോൺ എടുക്കാൻ പോയിന്. ചാർജിന് പോണം. അപ്പോത്തിനൊരു കേട്ടെടുത്തിട്ടുണ്ട്. വെള്ളമൊക്കെ ആക്കിക്കണം. പോയിക്കോട്ടെ. മതി എന്റെ മതി. പ്ലീസില്ലേ പോ. ഓനെ ആകെ കേടെടുത്താണ്. പോയിക്കാ. മതി ഇത് മെച്ചാക്കിക്കോളാം. മാട്ടിഞ്ഞത് കേടെടുത്തല്ലേ. വേണ്ട മാട്ടി പോയിക്കോളി. ചെല്ലി പോയി കുളിച്ചാ ചെല്ലേ. മതി കേടെടുത്താണ് ജേ. പ്ലീസ് ഒന്നുമില്ല. എന്ത് പറഞ്ഞാലും പ്ലീസ് എന്നാ വേഗം ഉണ്ടല്ലോ ഒരു കൊടുക്കും. പ്ലീത്ത് ഇവിടെ എനിക്ക് നോക്കുപോയി. ഇത് നോണച്ചിക്കാരനാ ഇവിടെ കഴിച്ചവിടെ. ഇത് നോണക്കാരനാ ഇവിടെ നോണക്കുപോയി. ഉണ്ട് എനിക്ക് ഉണ്ട് ട്ടോ. ഈ നോണക്കാരന് പഠിച്ചോനെ പൊട്ടിച്ച്. കുട്ടിന്റെ പൊന്നു വന്നിട്ടോ. അപ്പൊ കുട്ടി കണ്ടൊക്കെ തട്ടിയാണ് അടിച്ചിട്ട് കണ്ടില്ലേ. ഓളമേത്തക്കാക്കിട്ടേ എത്തുമ്മന് കൂട്ടമണി കാട്ടണ്. എന്നോട് ഒരിക്കലും മിണ്ടൂല. പോവാണ്. ഇറക്കി വെച്ചതിനുള്ള കുയിന്താണ് കേട്ടോ. ആകെ ഇങ്ങോട്ട് ഇതാക്കിന്ന്. ഇങ്ങോട്ട് ആ കുയിന്തിനുണ്ടല്ലോ പൊടിയൊക്കെ ഉണ്ടാവും. ഇങ്ങോട്ട് വലിച്ചെറിഞ്ഞാണ്ട് പോയിക്കോളും. ഈ സമയത്ത് അടുക്കളയിൽ നിന്നാല ഇതാണ് കേട്ടോ. കുഴപ്പമാണത് കണ്ടോ. വിയർത്തൊലിച്ചാണ് ഫുള്ളായിട്ട്. ഫാന് ഇടാനും വയ്യ. കാറ്റുകൊണ്ട് തീ കേട്ടിട്ടുണ്ട്. തൊട്ടടുത്ത് ക്ലബിന്റെ വാർഷികം കണ്ടിട്ട് അപ്പം അത് കാണാൻ വേണ്ടി കണ്ടതാ. ഞങ്ങള് ഡ്രസ്സൊക്കെ മാറ്റി ഞാനും പൊന്നും അല്ലും ആദ്യക്കുട്ടനും ഞങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. മുത്തുട്ടി മദ്രസക്ക് പോയിക്കണ്. ബാവ് പള്ളിക്ക് പോയിക്കണം. പോയോക്കട്ടെ. ഇപ്പോൾ അവിടുന്ന് കേൾക്കണ പ്രസംഗമാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ മടിച്ചിരിക്കുകയാണ്. പ്രസംഗം കഴിയട്ടെ വിചാരിച്ച് ഞങ്ങൾ ഇവിടെ എത്തിക്കണം കേട്ടോ. സംഭവം ഡേറ്റും കാര്യമൊക്കെ ഉണ്ട് കേട്ടോ. എന്തോ സമ്മാനം കൊടുക്കണേണ് ഇപ്പോട്ടെ ഈ സമയത്ത്. അതാ ഞാൻ പറഞ്ഞ അവിടെ പോയിരിക്കാന്ന് പരിപാടിയാണ്. അവന്
അങ്ങനെ ഞങ്ങൾ പോകുന്നു കേട്ടോ. കുറേ പരിപാടികളുണ്ട്. നല്ല രസമുണ്ടല്ലോ എന്നെ. ആ തിരുവാതിരി കൈകൊട്ടിക്കളിയില്ലേ ഇപ്പത്തെ ഒരു ന്യൂ മോഡലിൽ തന്നെ സംഭവം അടിപൊളിയാണ് കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ എത്രയൊക്കെയാണ് ഉള്ളൂ കേട്ടോ. ഇനി വീഡിയോ എടുത്ത് കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഫുൾ എടുത്തിട്ടൊന്നുമില്ല. അപ്പം നമ്മൾ ആദ്യ കുട്ടികൾക്ക് ഉറക്കം വേണ്ടി ചെന്നിട്ട് വേണം കഞ്ഞി കൊടുക്കാൻ. സമയം എത്ര തന്നെ 10 മണിയാവാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ ബൈ.